ഹലോ എവരിവൺ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മൾ പേപ്പർ ട്രേഡിംഗ് ചെയ്യാന്നുള്ളതാണ്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നത് അവരുടെ ലേണിംഗ് സ്റ്റേജിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും പുതിയ പുതിയ സ്ട്രാറ്റജികളൊക്കെ ടെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഈ പേപ്പർ ട്രേഡിംഗ് മുഖേന. അപ്പോൾ ഈ ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മൾ പേപ്പർ ട്രേഡിംഗ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഈ ട്രേഡിംഗ് പാനൽ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാം. അതിൽ പേപ്പർ ട്രേഡിംഗ്, ഈ പേപ്പർ ട്രേഡിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണക്ട് കൊടുക്കുക. ഈ കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, അക്കൗണ്ട് ഹിസ്റ്ററി എല്ലാം ഇതിൽ വരുന്നതാണ്. ഇപ്പൊ എന്റെ അക്കൗണ്ടിലുള്ള ബാലൻസും അക്കൗണ്ട് ഹിസ്റ്ററിയാണ് വരുന്നത്. എത്ര പ്രോഫിറ്റ്, ഓരോ ട്രേഡിൽ എത്ര പ്രോഫിറ്റ്, എത്ര ലോസ്, എങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഐ തിങ്ക് ഒരു 1 lakh ആണ് ഇവിടെ കിട്ടുന്നത് അക്കൗണ്ട് ബാലൻസ് ഉണ്ടാവുക. പിന്നെ നമ്മൾ അതിൽ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് ബാലൻസ് കൂട്ടുകയോ കുറയോ നമ്മുടെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു പേപ്പർ ട്രേഡിംഗ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതിനു വേണ്ടി ഇപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റി എല്ലാം നമുക്ക് പേപ്പർ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇൻഡെക്സിൽ ചെയ്യാൻ സാധിക്കില്ല, കാരണം അതിൽ വോളിയം ഉണ്ടാവില്ല. നമുക്ക് ഫ്യൂച്ചേഴ്സിൽ മാത്രമേ പേപ്പർ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കൂ. അതുപോലെ വോളിയമുള്ള സ്റ്റോക്കുകൾ. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ നമുക്ക് പേപ്പർ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ സിമ്പിൾ സെർച്ചിൽ പോയിട്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ സെലക്ട് ചെയ്യുക. ഈ താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമുക്ക് പേപ്പർ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇപ്പോ മാർക്കറ്റ് ക്ലോസ് ആയ കാരണം ഇതിൽ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ബിറ്റ് കോയിൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ബിറ്റ് കോയിൻ ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടുന്ന് സെല്ലാണ് ചെയ്യേണ്ടതായിരിക്കും. അപ്പൊ നമ്മൾ ഈ മൗസിന്റെ കേഴ്സർ റൈറ്റ് കൊണ്ടുപോയിട്ട് മൗസിന്റെ ഈ പ്ലസ്സിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൗസിന്റെ ലെഫ്റ്റ് കീ അമർത്തും. അപ്പൊ ഇങ്ങനത്തെ ഓപ്ഷൻ വരും, സെല്ല് ബൈ എന്നുള്ള. നമുക്ക് സെല്ലാണ് ചെയ്യേണ്ടതെങ്കിൽ സെൽ എന്ന ബട്ടൺ അമർത്തും. എന്നിട്ട് പ്രൈസ്, ഏത് പ്രൈസിലാണ് സെല് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ കുറെ പ്രൈസ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് പ്രൈസ് ആണ് ആ പ്രൈസ് പോയിന്റിൽ നമുക്ക് സെല് ചെയ്യാം. എത്ര യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഞാനൊരു 1 lakh ക്വാണ്ടിറ്റി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് സെൽ ബട്ടൺ അമർത്താം. ഒന്നുകൂടി കാണിച്ചുതരാം. നമ്മുടെ മൗസ് നിങ്ങൾക്ക് ഇവിടെയാണ്, ഈ 958 വേണ്ടെങ്കിൽ ഈ പ്ലസ്സിൽ അമർത്തുക. ഇവിടെ കൊണ്ടുപോയിട്ട് ഏത് പോയിന്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, സെല് ചെയ്യാൻ സാധിക്കുന്നു. അപ്പം ഇവിടെ വെച്ചിട്ട് പ്ലസ് സിമ്പിൾ അമർത്തി എന്നിട്ട് എന്ത് ചെയ്യുക, സെൽ അമർത്തുക. സെല്ല് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ക്വാണ്ടിറ്റി കാര്യങ്ങളെല്ലാം അമർത്താം. എന്നിട്ട് ഫോർ എക്സാമ്പിൾ ലിമിറ്റിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ വേണമെങ്കിൽ മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി എൻ്റെ സെൽ ആയിട്ടുണ്ട്. 1 lakh ക്വാണ്ടിറ്റി സെൽ ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തതിന്റെ മെസ്സേജ് ഒക്കെ വന്നു പോയിട്ടുണ്ട്. ഇപ്പൊ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ തന്നെ ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്യണമെങ്കിൽ അപ്പൊ അതിനുള്ള ഓപ്ഷനാണ് ഈ ക്ലോസ് എന്നുള്ള ഈ സിമ്പിൾ ഉണ്ടല്ലോ, ഈ സിമ്പിളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ കാണിക്കും പാർഷ്യൽ ആയിട്ടാണ് ക്ലോസ് ചെയ്യുമെങ്കിൽ പാർഷ്യൽ ക്ലോസിൽ നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി സെല് ചെയ്യണം, അല്ലെങ്കിൽ ഫുൾ ആണെങ്കിൽ ഫുൾ നമുക്കായിട്ട് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യും. ഞാനിപ്പോൾ ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഫുൾ ആയിട്ട് ബൈ ആയിട്ട് എല്ലാം മാർക്കറ്റിൽ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അക്കൗണ്ടിലോട്ട് പോയി നോക്കാം. രണ്ടാമത് താഴെ പോയിട്ട് പേപ്പർ ട്രേഡിംഗ് അക്കൗണ്ടിൽ, പേപ്പർ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോയിട്ട് അക്കൗണ്ട് ഹിസ്റ്ററി നമുക്ക് എടുക്കാം. ഓക്കെ, ലാസ്റ്റ് ചെയ്ത ട്രേഡ് ആണത്. ടൈം, നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഒരു ട്രേഡ് ഇവിടെ എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് ബൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ബൈ ചെയ്യും. ബൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിമിറ്റിൽ ചെയ്യാം,
ലിമിറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസിൽ വെച്ച് ബൈ ചെയ്യാനുള്ള ഇടാം. അല്ലെങ്കിൽ മാർക്കറ്റ് വെച്ച് ഞാൻ മാർക്കറ്റിൽ ചുമ്മാ ഒന്ന് ഒരു 1 lakh ക്വാണ്ടിറ്റി ബൈ ചെയ്തു. ഞാൻ മാർക്കറ്റിൽ ബൈ ചെയ്തു. ഇപ്പൊ ഇവിടെ മെസ്സേജ് വന്ന് ഓർഡർ എക്സിക്യൂട്ട് ആയി. ഇപ്പൊ പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്ന് ഇവിടെ കാണിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഇതൊരു ലിമിറ്റ്, നേരത്തെ നമ്മൾ മാർക്കറ്റിലാണ് ക്ലോസ് ചെയ്തത്, ഞാൻ ഇനി എന്ത് ചെയ്യുന്ന ലിമിറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഇവിടെയാണ് ക്ലോസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പൊ അവിടെ സെല്ല് കൊടുക്കും. അവിടെ നമ്മൾ ബൈ ആണ് ചെയ്തത്, ഇനി സെല്ല് കൊടുക്കുക ലിമിറ്റിൽ. ഓക്കെ, ലിമിറ്റിൽ അതേ പോയിന്റിൽ അതേ പ്രൈസ് ഇവിടെ വരും. ഓക്കെ, ഞാൻ ഓക്കെ കൊടുത്തു. ഇനി മാർക്കറ്റ് ഈ ലെവലിൽ എത്തുമ്പോൾ എന്റെ പൊസിഷൻ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവണം. നമുക്ക് നോക്കാം അവിടെ എത്തുമ്പോൾ ക്ലോസ് ആവുമല്ലോ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, എത്ര പ്രോഫിറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ വാങ്ങിച്ചത് 1 lakh ആണ്, സെല് ചെയ്തും 1 lakh. ഓക്കെ, അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. താഴത്തെ മെസ്സേജ് വന്നിട്ടുണ്ട്, എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഈ ആരോ കാണിക്കുന്നത് നമ്മൾ ബൈ ചെയ്തിട്ടുള്ള ആരോ ആണ്. ഇത് കാണിക്കുന്നത് നമ്മൾ സെല് ചെയ്തിട്ടുള്ള ആരോ. നമ്മൾ എക്സിക്യൂട്ട് ആയിട്ടുള്ള പൊസിഷൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ ആരോസ് കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പേപ്പർ ട്രേഡിങ്ങിന്റെ ഈ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ടൈമിംഗ് കാണും. നമുക്ക് ഇപ്പൊ കിട്ടിയ പ്രോഫിറ്റ് ഇവിടെ കാണും. ഓക്കെ, എല്ലാവർക്കും ഇത് പേപ്പർ ട്രേഡിംഗ് എങ്ങനെ ചെയ്യുന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പുതിയ സ്ട്രാറ്റജികൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പേപ്പർ ട്രേഡ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുക. എന്ത് സ്ട്രാറ്റജി ഉണ്ടെങ്കിലും നമുക്ക് ഈ പേപ്പർ ട്രേഡിംഗ് ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂ തരുന്ന ഒരു വിർച്വൽ മണി, അത് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും നമുക്കൊരു ഇമോഷൻ അതുപോലെ കിട്ടും. അത് നമ്മൾ മനസ്സിൽ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ വാങ്ങി അവിടെ വെറ്റുമെന്ന് നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ അത്ര ഒരു ഫീൽ കിട്ടില്ല. അപ്പൊ ഇതില് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നിങ്ങളുടെ സ്ട്രാറ്റജികൾ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുക. ഈസി ആയിട്ട് ബാങ്ക് നിഫ്റ്റി എല്ലാം ഇൻഡെക്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ വോളിയമുള്ള സ്റ്റോക്കുകളെല്ലാം നമുക്ക് ഇങ്ങനെ പേപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റും. കുറച്ചു കാലമൊക്കെ ട്രൈ ചെയ്ത് നമ്മൾ എല്ലാം ഒന്ന് ഫിറ്റ് ആണെന്നൊരു ബോധ്യം വന്ന ശേഷം നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ട്രേഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂവില് പേപ്പർ ട്രേഡിംഗ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ.